എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയങ്കരനായ നടൻ സലീം കുമാർ നമ്മളെ വിട പറഞ്ഞ വിവരം നിങ്ങളെല്ലാവരും ഈ നിമിഷം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഈ സലീം കുമാർ എന്ന് പറയുന്ന നടൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നൊരു നടനാണ്. പുള്ളിക്ക് പലതരത്തിലുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്, പല ആളുകളെയും ചിരിപ്പിച്ചിട്ടുണ്ട്. മലയാളികളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്കാണ് സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കി വെച്ചത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല ഡയലോഗുകളും, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പല ഡയലോഗുകളും സലീം കുമാർ എന്ന നടനിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഡയലോഗുകളാണ്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, വെൽക്കമിന് മെൽക്കൗ, ഇങ്ങനെ ഒത്തിരി സംഭാവനകളാണ് മലയാളികൾക്ക് സലീം കുമാർ എന്ന നടനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കരളുമായിട്ട് സംബന്ധപ്പെട്ട് ഒരു രോഗത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായെന്നൊക്കെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഒരു അതിഭീകര കോൺഗ്രസ് ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരാളാണ്. പുള്ളി കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിക്കുകയും കോൺഗ്രസിന് വേണ്ടി പലയിടങ്ങളിൽ പ്രചരണത്തിനിറങ്ങുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഈ സലീം കുമാറിനുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സലീം കുമാറിൻ്റെ മരണത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മളെപ്പോഴും അയ്യോ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ടൊരു സാധനമാണ് സംഭവിച്ചത്. കാരണം ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ചില ആളുകൾ വളരെ അന്ധമായി ആ പാർട്ടിയെ വിശ്വസിക്കുകയും വളരെ അന്ധമായി എന്ത് ചെയ്താലും ആ പാർട്ടിയെ കടിച്ചു തൂങ്ങിക്കിടക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറേ പൊട്ടന്മാരുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ ഇട്ട കുറച്ച് സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം, കുറച്ച് കമൻറ്റുകൾ. ഓക്കെ, കുഴപ്പമില്ല, സതീഷിനെ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും. തീർച്ചയായിട്ടും വി ഡി സതീശൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ പാർട്ടിവൽക്കരിച്ചിട്ടാണ് പല ഈ സലീം കുമാറിൻ്റെ യാത്രയെ തുടർന്നിട്ട്, സലീം കുമാറിൻ്റെ വേർപാടിനെ തുറന്നിട്ടുള്ള പല കമൻറ്റ് ബോക്സുകളിലും ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. മറ്റൊരു കമൻറ്റ്, ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവനാ, അസുഖം ഭേദമാകണ്ടെന്നാന്ന് തോന്നുന്നു അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവൻ്റെയൊക്കെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഇവനെയൊക്കെ ഈ പറയുന്ന പാർട്ടിയിലുള്ളവർ ചവിട്ടി തേച്ചാലും ഒലക്കടിച്ചാലും ഇവനൊക്കെ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി ഭരിച്ചത് ഒരു ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയല്ല. ഇല്ലാത്തവനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരുത്തൻ്റെ വിഷമം കാണുമ്പോഴത്തേനും അതിൽ മനസ്സിലിയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അല്ലാതെ ഒരുത്തൻ്റെ വിഷമം കണ്ടിട്ട് അതിൽ സന്തോഷിക്കുകയും അതിൽ അട്ടഹസിക്കുകയും മറ്റൊരുത്തൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എനിക്ക് ചിത്രീകരിക്കാൻ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരിക്കലും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിനെ രണ്ടാം ടേമിൽ, ആദ്യത്തെ ടേമിൽ ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു, രണ്ടാമത്തെ ടേമിൽ ഒരു നല്ല മുഖ്യമന്ത്രിയായിട്ട് എനിക്കും ബേസിക്കലി തോന്നിയിട്ടില്ല. ഈ രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഈ ആളുകളെല്ലാം അടിമകളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മണിയാശാൻ പുള്ളിക്കാരൻ വന്നിട്ട് പെൻഷൻ മേടിച്ച് ശാപ്പാടടിച്ചിട്ട് മാറ്റിക്കുത്തി, ഇങ്ങനത്തെ കുറേ ബാലിശമായ ചിന്താഗതികളാണ് ഈ പാർട്ടിയിലുള്ള കുറച്ച് ആളുകൾ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കെ നയനാരെ പോലൊക്കെ ഒരു മന്ത്രിമാരുണ്ടായിരുന്ന, ഒരു മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയാണിത്. ഇന്ന് ആ പാർട്ടി തുടച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ അന്ധമായിട്ടുള്ള കുറേ ആളുകൾ അവർ ചെയ്യുന്ന തെറ്റിനെ പോലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സലീം കുമാറിലേക്ക് വരാം. അപ്പോൾ ഇനി മറ്റൊരു കമൻറ്റ്, സി പി എമ്മിന് ട്രോള് ചെയ്തതല്ലേ ഹോസ്പിറ്റലിൽ മരിക്കുമോ? കൊള്ളാടാ, ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സലീം കുമാർ എന്ന് പറയുന്ന നടൻ നിങ്ങളെ ഈ പറയുന്ന കമൻ്റ് ഇടുന്നവനെ പോലും, ഒരു മലയാളിയെ പോലും ചിരിപ്പിക്കാതിരുന്നിട്ടില്ല. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ദിനം അവരുടെ ഒരു ദിവസത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, അവരുടെ ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അയാൾ നമ്മുടെ സിനിമയ്ക്കും ഒരു വലിയ നേട്ടങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുള്ളൊരു നടനാണ് ഈ സലീം കുമാർ എന്ന് പറയുന്നത്. സലീം കുമാറിന് ഇത്രയധികം അറ്റാക്ക് വരുന്നതിൻ്റെ കാരണം പുള്ളിക്കാരനൊരു കോൺഗ്രസ് ചിന്താഗതിക്കാരനാണെന്നുള്ളത് കൊണ്ടാണ്.
പുള്ളിക്കാരൻ പല സമയത്തും പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഈ സലീംകുമാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സലീംകുമാറിൻ്റെ മകൻ ചന്തുവിനെ നമ്മൾ വളരെ സന്തോഷത്തോടെയുള്ള മുഖത്തിൽ വളരെ തമാശകളൊക്കെ പറഞ്ഞ് സലീംകുമാറിനെ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിച്ച ഒരാളാണ് ചന്തു. പക്ഷേ വീഗാർഡിന് തുല്യം വീഗാർഡ് മാത്രം, സലീംകുമാറിൻ്റെ അത്ര ഒന്നും ചന്തു എത്തത്തില്ല. അപ്പോൾ ഈ ചന്തു വളരെയധികം ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന കുറച്ച് രംഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ രംഗങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെയാണ് ചന്തു ചോദിക്കുന്നത്. ഈ സലീംകുമാർ എന്ന് പറയുന്ന നടൻ വളരെ ജനങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു നടനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് പല ആളുകളും അവിടെ തടിച്ചുകൂടും. അങ്ങനെ തടിച്ചുകൂടിയതാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയകളും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്ന അങ്ങനെ ഇവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നൊരു സാധനമാണ് ഓൺലൈൻ മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നടൻ ശ്രീനിവാസൻ്റെ ഒരു ഇതുപോലത്തെ ചടങ്ങുകളിലും ഓൺലൈൻ മീഡിയസ് മാത്രമല്ല TV ചാനലുകളും വാർത്താ ചാനലുകളും അവരുടെ കടന്നുകയറ്റം വളരെ കൂടുതലായിരുന്നു. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷമങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, അവരുടെ കരച്ചിൽ ഷൂട്ട് ചെയ്യുന്നു, അവർ പറയുന്ന രഹസ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഒരു പ്രൈവസിയെ തന്നെ ബ്രീച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവരെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിച്ച് നോക്കണം. ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇപ്പോൾ വിട്ടുപോയത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ദേഷ്യപ്പെടും, വിഷമം വരും, അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. തിരിച്ചവരെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യമില്ല. ഈ ചന്തു ദേഷ്യപ്പെടുന്ന വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റുകൾ വരുന്നു, അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലെന്ന്. അവൻ എന്ത് അഹങ്കാരം കാണിച്ചു എന്നുള്ളതാണ്. അവൻ്റെ അച്ഛൻ്റെ ചടങ്ങിനകത്ത് അത് സ്മൂത്തായിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെരുമാറുന്നതാണോ ഇത്ര വലിയ പ്രശ്നം? ഓക്കെ, എന്നാൽ ചന്തു മാത്രമല്ല, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഇദ്ദേഹം വന്നപ്പോഴും ഇദ്ദേഹത്തെ ഇതുപോലെ തന്നെ ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഈ ആളുകളുടെ തടിച്ചുകൂട്ടവും അതുപോലെ തന്നെ ഈ മീഡിയാസിൻ്റെ അമിതമായിട്ടുള്ള ഇടപെടലുകളുമാണ് ഈ VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഇതിനെതിരെ സംസാരിക്കേണ്ടതായിട്ട് വന്നത്. VD സതീശൻ സംസാരിക്കും, നമുക്കൊന്ന് കേൾക്കാം. ഓൺലൈൻ മീഡിയസിനെയാണ് മാറി നിന്നെന്ന് പറഞ്ഞ് മാറ്റുന്നത്. ഇവിടെ വന്ന ആൾക്കാരിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ബോധമെന്ന് പറയുന്നത് ലെവലേശമില്ല. ഒരാളുടെ മരണാനന്തര ചടങ്ങിലേക്ക് വരുമ്പോഴത്തേനും VD സതീഷിന് മറ്റേ ഷാള് വിരിക്കാൻ പോകുന്നു. എവിടെ ചെയ്യണമെന്നുള്ള വകതിരിവ് പോലും പല ആളുകൾക്കും ഇല്ല. അതിൻ്റെയൊക്കെ ഒരിതാണ് സംഭവിക്കുന്നത്. ഓൺലൈൻ ചാനലുകൾക്ക് അവർക്ക് ക്ലീൻ ആയിട്ടുള്ള ബൈറ്റ് കിട്ടണം, അവർക്ക് റീച്ച് ഉണ്ടാക്കണം. അതിന് മറ്റൊരുത്തിൻ്റെ വിഷമമോ ദുഃഖമോ അതൊന്നും ഒരു പ്രശ്നമല്ല. അവരെ ശല്യം ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് അലവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഒരു നടൻ്റെ ഈ ചടങ്ങുകളെല്ലാം പുറത്തേക്ക് വരണമെന്ന് സ്വാഭാവികമായിട്ട് കുടുംബവും ആഗ്രഹിക്കും. പക്ഷെ അതിന് അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി ആവരുത് അത് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയാണ്. ഇനി പറ, VD സതീഷിനും അഹങ്കാരമായിരുന്നു എന്ന്. അവിടെ നിന്ന് ആളുകൾ ഈ ഒരു ചടങ്ങിനെ ബുദ്ധിമുട്ടിക്കുന്നതും അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും ഈ ഓൺലൈൻ മീഡിയസ് ചെയ്യുന്നതും ഒന്നും പല കമൻറ്റുകളിരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതേസമയം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞതാണ് ഇവർ അഹങ്കാരികളും ഇവർക്ക് മനുഷ്യത്വം ഇല്ലാത്തവരൊക്കെ ആയിട്ട് മാറിയത്. ഓക്കെ, ഇത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സലീംകുമാർ എന്ന് പറയുന്ന നടൻ കോൺഗ്രസ് പാർട്ടിയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഈ അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ സലീംകുമാർ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഒരു സമയത്ത് മാറ്റിവെച്ചിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ജീവിച്ചത്. അദ്ദേഹം ഈ പറയുന്ന എലക്ഷൻ പ്രചരണത്തിലൊക്കെ വന്നിട്ട് മറ്റ് പാർട്ടികളെ സർക്കാസത്തിലൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാസത്തിലൂടെ പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട്.
കേൾക്കുന്ന ആളുകൾക്കെല്ലാം അത് ഭയങ്കര ഹാസ്യമുണർത്തുന്നൊന്നും, എന്നാൽ ഇത് ആരെയാണോ പറയുന്നത് അവന്മാരുടെ പള്ളക്ക് കുത്തുന്ന പോലെയാണ് ഈ സർക്കാസം എന്ന് പറയുന്ന സാധനം പോകുന്നത്. അപ്പോൾ അതേപോലെയാണ് സലീം കുമാർ ഈ പാർട്ടിക്കെതിരെ സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ നടത്തിയ കാര്യങ്ങൾ പലതരത്തിലും റിഫ്ലക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ എതിർപ്പുണ്ടാകുന്നത്. നിങ്ങളാദ്യം കണ്ടല്ലോ, വി.ഡി. സതീശൻ മരണത്തിലും കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ ഇട്ടത്. നോർത്ത് പരവൂരിലാണ് സലീം കുമാറിൻ്റെ സ്ഥലം. അപ്പോൾ അവിടെയാണ് നമ്മുടെ വി.ഡി. സതീശൻ മത്സരിച്ചത്. വി.ഡി. സതീശൻ ഈ ചടങ്ങിൽ വന്നിട്ട് അവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഈ സലീം കുമാർ ഈ കോൺഗ്രസ് പാർട്ടിയെ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയുന്നതായിട്ട് കേട്ടു, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചു, അതുകൊണ്ട് കോൺഗ്രസ്സുകാരനായിട്ട് പോന്നു. ഇതിനെക്കാട്ടിലും നല്ലതാണ് മറ്റേ പാർട്ടിയും തോന്നിയാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതുള്ളൂ. ഇതെല്ലാം കണക്കാണ് എന്ന രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ചില ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുന്ന പാർട്ടിയെയും ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അവരുടെ ചടങ്ങുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ബേസിക്കലി ഈ സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു വ്യക്തിയായിട്ട് കാണുക. നിങ്ങൾ ഈ പാർട്ടി കുന്തം കുറച്ചൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ തലേന്നെടുത്ത് കളഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യത്വം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ കുറേ പാർട്ടി എടുത്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്ന നിനക്കൊക്കെ പ്രാന്താന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, വി.ഡി. സതീശൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിനും മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്നു മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ എവിടെയും, പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും. ഇപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രമേശ് പിഷാരടി പാലക്കാട് മത്സരിച്ച് ജയിച്ചായിരുന്നു. ഈ രമേശ് പിഷാരടി അതിഭീകരമായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ്. രമേശ് പിഷാരടി സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹിച്ചു. ആ പാർട്ടിയിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് സീറ്റ് വേണമെന്ന് പറഞ്ഞു, അവിടെ മത്സരിച്ചു, ജയിച്ചു. ഈ സലീം കുമാർ വിചാരിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തേനെ, മത്സരിപ്പിച്ചേനെ, ജയിച്ചേനെ. പക്ഷേ സ്ഥാനമാനങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഇതുവരെ ആ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ പുള്ളി നിന്നിട്ടില്ല. അദ്ദേഹത്തിന് പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്നും പുള്ളി ചെയ്തിട്ടില്ല. ഈ സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഒരു നിരീശ്വരവാദിയാണെന്ന് പല സമയത്തും കേട്ടിട്ടുണ്ട്. അദ്ദേഹം നിരീശ്വരവാദിയാകാനുള്ള കാരണം പാവങ്ങളെ ശിക്ഷിക്കുന്ന ദൈവം എന്തുകൊണ്ട് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ കുറേ ചിന്താഗതിയിലൂടെയാണ് പുള്ളി ശരിക്കും നിരീശ്വരവാദിയായിട്ട് മാറിയത്. എൻ്റെ ഒരു ചിന്താഗതി നോക്കുമ്പോൾ പുള്ളിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തല വർക്ക് ചെയ്യേണ്ട പോലെയാണ് പുള്ളിയുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് ഒന്ന് മാറി കോൺഗ്രസിലായി പോയെന്നേ ഉള്ളൂ. എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതൻ എന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഓക്കെ, സലീം കുമാറിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പൊളിറ്റിക്കലി ഈ സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് പാർട്ടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ മരണത്തിന് രാഷ്ട്രീയവൽക്കരിക്കരുത്. അതൊരു രാഷ്ട്രീയ മരണവുമല്ല, അയാളൊരു രാഷ്ട്രീയക്കാരനുമല്ല. അയാൾ നമുക്ക് തന്നിട്ടുള്ള ഒരു കൂട്ട ഓർമ്മകളുണ്ട്, അതിനെല്ലാം മറന്നിട്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് യവൻ്റെ പടം ഇനി കാണില്ല, യവൻ അങ്ങനെയും ചത്തുപൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ പ്രൈവസിയോ ആ കുടുംബം അനുഭവിക്കുന്ന കടന്നു പോകുന്ന മാനസിക വിഷമങ്ങളോ ഒന്നും ചിന്തിക്കാതെ ഈ എന്തൊരു ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു മൃതശരീരം കാണാനുള്ള അവസരങ്ങൾ കിട്ടും, ആ അവസരങ്ങൾ വിനിയോഗിക്കുക. അല്ലാതെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയോ മറ്റ് ശല്യങ്ങൾ ഉണ്ടാക്കുകയോ ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയിൽ വീണ്ടും മുറിവേൽപ്പിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നത് എന്തൊരു നടപടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും കൊള്ളാം. ഇപ്പോൾ അദ്ദേഹം നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഒരുപാട് നല്ല ചിത്രങ്ങളും നല്ല ഹാസ്യങ്ങളും നമുക്ക് തന്നിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ഈ സലീം കുമാർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് പുള്ളിക്കാരൻ ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ട്. അതൊക്കെയാണ് എനിക്ക് ബേസിക്കായിട്ട് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ ഓർമ്മയിലെ സലീം കുമാർ ചിത്രം ഏറ്റവും മികച്ച ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും.